എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എന്താണ് ഇന്ന് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം കാണിക്കാൻ വന്നതാണ്. നമ്മുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഈ പുല്ല് ഉണക്കിയ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അന്ന് അമ്മ അവിടെ കടന്നലിൻ്റെ അടുത്ത് കൊണ്ട് കൈയിട്ട് കൊടുത്ത് പുല്ല് എത്താൻ നോക്കിയാണ്. അന്നേരമാണ് അമ്മേനെ കടന്നൽ കുത്തിയത്. അപ്പം തന്നെ നമ്മൾ ആളെ വിളിപ്പിച്ച് മൊത്തം ഇങ്ങനെ ഉണക്കി കളഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 2-3 ദിവസം കഴിയപ്പോൾ അത് ഉണങ്ങാൻ തുടങ്ങി. ഇപ്പോൾ കംപ്ലീറ്റ് അത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കത്തിച്ച് കളയാറാണ് പതിവ്. അപ്പം പറമ്പിൽ മൊത്തം നമ്മൾ കത്തിച്ച് കളഞ്ഞു. പക്ഷെ പറമ്പിൽ കത്തിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫ്രണ്ടിലെ കുറേയൊക്കെ ചിരണ്ടി കളഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഒരു വലിയ നമ്മൾ ഇത് ഉണങ്ങിയതിനെക്കാട്ടി സ്പീഡിൽ വേറെ പച്ചപ്പുല്ല് പിടിച്ചു വന്നു ഗൈസ്. അത് ഉണങ്ങുന്ന സമയത്ത് തന്നെ അതിൻ്റെ അടിയിൽ പച്ചപ്പുല്ല് കിളുക്കുന്ന പോലെ ഞാൻ കണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഇതാണിപ്പോൾ സ്ഥിതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഗൈസ് ഇത്? അപ്പോൾ ഇനി നമ്മൾ എന്തായാലും കൈവച്ച് പറിച്ചാൽ പോരാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട്, ഇങ്ങനെ ഒരു ചെറിയ പുല്ലാണ്. എൻ്റെ കയ്യിൽ മൊത്തം പെയിൻ്റാണ് ഗൈസ്. ഞാൻ പെയിൻ്റ് അടിക്കുമായിരുന്നു. അപ്പോൾ അത് കുറേയൊക്കെ കളയാൻ നോക്കിയിട്ട് പോകുന്നില്ല. അപ്പോൾ എനിക്ക് ഇനിയും എൻ്റെ അലമാരിയിൽ ഞാനൊരു ഇത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ മേത്ത് മൊത്തം പെയിൻ്റ് ഉണ്ട്. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഞാനിപ്പോൾ വൈറ്റ് പെയിൻ്റ് കൂടി അടിക്കണതുകൊണ്ടാണ് ഇത്രയും കഴുകി കളഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഈ പുല്ല് കാണിക്കാനാണ് വന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളിനി അടിച്ച് കളയുവാണോ പറിച്ച് കളയണോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എല്ലായിടത്തും തുരുതുരാന്ന് കിളുത്ത് വരുന്നുണ്ട് കേട്ടോ. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമ്മുടെ മുള, ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഇത്ര ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് ഞാൻ കൊണ്ടാ വെച്ചതായിരുന്നു. അതിപ്പോൾ വളർന്ന് നല്ല വലിയതായി ഗൈസ്. എനിക്കിത് കണ്ടിട്ട് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിനി നമുക്കൊന്ന് വെട്ടി ഷേപ്പ് ആക്കണം. അപ്പോൾ നിങ്ങൾ തന്നെ പറയാം എങ്ങനെയുണ്ട് എൻ്റെ മുളാന്ന്. അപ്പോൾ നമ്മൾ ഇന്നലെ വീഡിയോ ഇടാനിട്ടിരുന്നത് നമ്മുടെ അമ്പലത്തിൽ എനിക്ക് ഇന്നലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോ ഇടാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ വീഡിയോ ഇടാഞ്ഞത്. അപ്പോൾ എന്തായാലും ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോ ആണ് കഴിച്ചത്. പിന്നെ നമ്മുടെ മുളയെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. പിന്നെ പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ നമ്മുടെ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഇന്ന് നമുക്ക് കുറേ ക്രിസ്മസ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഇടാം. പിന്നെ ഗൈസ് നിങ്ങൾക്കറിയാം, ഈ ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ മാത്രമുള്ളൊരു പ്രത്യേകതയാണ്, കുറേ അവൽ മേടിച്ചിട്ട് അവൽ ഉണക്കി തരും ഗൈസ്. ഉണക്കിയാന്ന് വെച്ചാൽ ഇങ്ങനെ വറുത്തിട്ട് അതിനകത്ത് ഏതാണ്ടൊക്കെ ഇട്ട് ഉണ്ടാക്കി തരും. അതാണ് ഇപ്പോൾ അവധി ആയതുകൊണ്ട് ഇപ്പോൾ എല്ലാ ദിവസവും അങ്ങനത്തെ ഒരു സാധനമൊക്കെയാണ്. അപ്പോൾ നമ്മളിത് നമ്മുടെ ഇവിടെ കുക്ക് ചെയ്യാനൊരു വീഡിയോ വെക്കാമെന്നൊക്കെ ഓർത്തിരിക്കുകയാണ്. ഇവിടെ തന്നെയാണോ എവിടെയാണെങ്കിലും നമുക്ക് എന്തായാലും ചെയ്യാം. ആ അവലുണ്ടാക്കണ വീഡിയോ എടുക്കാൻ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇന്നെടുക്കണ്ടെന്ന് പറഞ്ഞത് ഇപ്പോഴാണ് അടുത്ത ദിവസം വല്ല നമുക്ക് വീഡിയോ എടുക്കാം. പിന്നെ എന്തൊക്കെ കണ്ടൻറ്റാണ് ഞങ്ങൾ ചെയ്യേണ്ടത്, എന്തൊക്കെ ടൈപ്പ് വീഡിയോ ചെയ്യണം, പിന്നെ നമ്മൾ എന്തൊക്കെ കഴിക്കാനുള്ള സംഭവങ്ങൾ ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനത്തെയൊക്കെ വീഡിയോ ഇടണമെന്ന് നിങ്ങളും കൂടി കമൻറ്റ് ചെയ്താൽ ഞങ്ങൾക്ക് അത്ര എളുപ്പമാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി മറ്റേ അവലുണ്ടാക്കുന്ന കാണിക്കുക, അത് ഉണ്ടാക്കണോ വേണ്ടോ നിങ്ങളും കൂടി കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ കഴിക്കുന്ന റെസിപ്പി ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു, അത് ഞാൻ ഉണ്ടാക്കി ഇടുന്നതായിരിക്കും. ഇതിന് മുന്നേ നമ്മൾ കുറേ ദിവസം ഇങ്ങനെ എന്താ പറയുക മറ്റേ ചിക്കൻ കറി ഉണ്ടാക്കുന്നതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പോലെ നമ്മളിനി കുറച്ച് നാളായല്ലോ കുക്കിംഗ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇതൊക്കെ കാണിക്കാനാണ് ശരിക്കും പറഞ്ഞാൽ വന്നത്. പിന്നെ അത് നമ്മുടെ കണിക്കൊന്ന ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഞാൻ ഉദ്ദേശിച്ച പോലെ കൊലയായിട്ട് വരുന്നില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് അത്രക്ക് കൊലയല്ല. എന്തായാലും അത് വളർന്നു വരുമ്പോൾ വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ പൊങ്ങി പോകുന്നുണ്ട്. പക്ഷേ ഇതിന് വണ്ണം വെക്കുന്നില്ല ഗൈസ്. എന്താണെന്ന് എനിക്കറിയില്ല. ഇതിനെ കുലുക്കി കഴിഞ്ഞാൽ ഇപ്പം ആ പൂ മൊത്തം പോകും കേട്ടോ. കാരണം കുറേ നാളായല്ലോ വിരിഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ കാണിക്കാനാണ് ശരിക്കും പറഞ്ഞാൽ വന്നത്. അപ്പോൾ ഇനി ഞങ്ങളുടെ ഈ പുല്ലൊക്കെ ഇനി കിളുത്ത് വന്നാൽ ഞങ്ങൾ ഇനി പറിച്ചും കളയട്ടെ. ഇനി നമ്മൾ പുല്ല് പിടിപ്പിക്കാൻ തീരുമാനിച്ചത് ഞാനായിരുന്നു. നമ്മുടെ ഇവിടെ കാടാക്കണം, എന്നിട്ട് ഗാർഡൻ പോലെയൊക്കെ ആക്കി സെറ്റാക്കണം, ഇങ്ങനെ ഇടക്ക് വഴിയൊക്കെ ഇടണം എന്നുള്ള രീതിക്കാണ് ചെറുതായിട്ടൊന്ന് പുല്ല് പിടിപ്പിച്ചതാണ്. പക്ഷെ അത് ഇത്രയും വലുതായി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി ആ സൈഡിൽ പുല്ലൊക്കെ പോയി കഴിയുമ്പോൾ ഇവിടെ അവിടെയൊക്കെ ആയിട്ട് ഓരോരോ ഗാർഡൻ സെറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ എൻ്റെ ആദ്യത്തെ ഗാർഡനാണ്. അപ്പോൾ ഇനി ഷീറ്റ് അടിക്കും, ഇങ്ങനെ വളഞ്ഞടിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മണ്ണ് ലെവൽ ചെയ്യണം. ഇത് മണ്ണ് ഇങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ അവിടുത്തെ മണ്ണ് ഇച്ചിരി കൊണ്ടിട്ട് ലെവൽ ചെയ്ത് തരാമെന്നാണ് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ അവിടെ മണ്ണ് ലെവൽ ചെയ്യണം. പിന്നെ അപ്പുറത്ത് ലെവൽ ചെയ്ത് അവിടെയും ഗാർഡൻ ആക്കണം. പിന്നെ അവിടെ എല്ലായിടത്തും ഗാർഡൻ ആക്കാനാണ് എൻ്റെ പണി. കാരണം നമ്മൾ ഇത് നോക്കിയില്ലെങ്കിൽ പുല്ല് പിടിച്ച് പോകും. അപ്പോൾ ഇനി മുതൽ നമ്മളെന്തായാലും ഗാർഡൻ ആക്കാനുള്ള പണിയാണ്. നാക്കിങ്ങനെ കുറേ നേരം പറഞ്ഞിട്ട് ഇങ്ങനെ വഴങ്ങി വന്നില്ല ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കനോട് അടിച്ചിരിക്കുക.